ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് പുതിന എങ്ങനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം, അതും കാട് പോലെ തന്നെ വളർത്തിയെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി കൂട്ടുകാർ ഇങ്ങനെ പറഞ്ഞിരുന്നു, പുതിന വളർത്തിയിട്ട് ശരിയാവുന്നില്ല, എന്താണ് കാരണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില കൂട്ടുകാർ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞിരുന്നു. ആർക്കും എളുപ്പത്തിൽ വളർത്താവുന്ന ഒന്നാണ് പുതിന. പുതിന ചെടി നമ്മൾ വലിയ കാശ് കൊടുത്തൊന്നും വാങ്ങേണ്ട കാര്യമില്ല. നഴ്സറികളിലൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ കാട് പോലെ നമുക്ക് എങ്ങനെ പുതിന വളർത്തിയെടുക്കാം എന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് മാർക്കറ്റിൽ നിന്നും നമ്മൾ വാങ്ങുന്ന പുതിന ഇലയാണ്. 10 രൂപ കൊടുക്കുമ്പോൾ കിട്ടുന്ന പുതിന ഇല, നല്ല ഫ്രഷ് പുതിന ഇലയായിരിക്കണം. അതും നല്ല മുറ്റുള്ള കമ്പോളോടുകൂടി പുതിന വാങ്ങിയാൽ നല്ലത്. അതിനുശേഷം വേണ്ടുന്നത് നടിയൽ മിശ്രിതമാണ്. നടിയൽ മിശ്രിതം എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ നീർവാഴ്ചയുള്ള മണ്ണായിരിക്കണം. അതിൽ പെർലൈറ്റ് ഉണ്ടെങ്കിൽ ചേർക്കാം. കുറച്ച് മണലും ചകിരിച്ചോറ് കമ്പോസ്റ്റും മണ്ണിര കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്തതാണെങ്കിൽ നല്ലതായിരിക്കും. അതിനുശേഷം നമുക്ക് ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങുന്ന ആ തണ്ടുകൾ ഇല നുള്ളി കളഞ്ഞതിന് ശേഷം ചരിച്ച് മണ്ണിൽ വെച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഒരിക്കലും പുതിന നേരെ നട്ടുവെക്കരുത്, പാടെ കിടത്തി നടണം. എങ്കിൽ മാത്രമേ അതിന്റെ ഓരോ നോഡിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടായി വരികയുള്ളൂ, ഇലകൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ ചരിച്ച് വേണം നമുക്ക് നട്ടു കൊടുക്കാൻ പുതിന. അതിനുശേഷം അതിന്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണിട്ട് മൂടുക. ഇനിയുള്ള വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് 100% വിജയം ഉള്ള ഒന്നാണ്. അതായത് പുതിന, നല്ല ഫ്രഷ് പുതിന ഇലകൾ വാങ്ങിയതിന് ശേഷം അതിന്റെ മുകൾ ഭാഗം, തലപ്പ് ഭാഗം മാത്രം നുള്ളിയെടുത്ത് ഒരു 3-4 ഇലകളോടുകൂടി നട്ടുവയ്ക്കുന്ന രീതിയാണിത്. ഇതിന് നമ്മൾ ഫ്രഷ് നല്ല പുതിന ഇലകൾ തന്നെ എടുക്കേണ്ടതാണ്. ഇത് 100% വിജയമുള്ള ഒരു മെത്തേഡാണ്. ഞാൻ ഇങ്ങനെയാണ് ഒരുപാട് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇങ്ങനെ നിറച്ച് നട്ടുകൊടുത്തതിന് ശേഷം മുകളിൽ ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്, ഹ്യൂമിഡിറ്റിക്ക് വേണ്ടി. ഇതാണ് ഇതിന്റെ മെയിൻ ഭാഗം. കാരണം ഇളം തണ്ടുകളാണ് നമ്മൾ നടുന്നത്. അപ്പോൾ അത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി, ഹ്യൂമിഡിറ്റി കിട്ടാൻ വേണ്ടി പ്ലാസ്റ്റിക് കവർ കൊണ്ട് കവർ ചെയ്താൽ അത് നല്ല പച്ചയായിട്ടിരിക്കുകയും 3-4 ദിവസം കൊണ്ട് തന്നെ അതിന്റെ വേരൊക്കെ ഇറങ്ങി തുടങ്ങുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കവർ മൂടുന്നത് തന്നെ അതിനുവേണ്ടിയാണ്, അതിനുള്ളിൽ ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ്. ആ ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് പ്ലാസ്റ്റിക് കവർ ഇട്ട് ഹ്യൂമിഡിറ്റി നിലനിർത്തുന്നത്. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം അതിന്റെ വളർച്ച എങ്ങനെയുണ്ടെന്ന്. ഇത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അതിന്റെ തലഭാഗമൊക്കെ വളർന്നു തുടങ്ങിയിട്ടുണ്ട്, ചെറിയ വളർച്ച വന്നിട്ടുണ്ട്. കണ്ടോ, അതിന്റെ തലഭാഗം മൊത്തം വളർന്നു കഴിഞ്ഞു. ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് വേര് വന്ന് അതിനെ മാറ്റി നടാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുവരെ നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ അതിന്റെ മൂടിയിരിക്കാം. മൂടിയതിനു ശേഷം ഇത് എപ്പോഴും തണലത്ത് മാത്രമേ വെക്കാവൂ, ഈ വേര് പിടിച്ച് വരുന്നത് വരെ. വേര് പിടിച്ച് വന്നു കഴിഞ്ഞാലും നമ്മൾ മാറ്റി നടുമ്പോൾ കുറച്ച് ദിവസം തണലത്ത് വെച്ചതിന് ശേഷം മാത്രമേ വെയിലത്തോട്ട് മാറ്റി നടാവൂ. കാരണം നമ്മൾ ഇതുപോലെ ഹ്യൂമിഡിറ്റി ഒക്കെ കൊടുത്ത് വളർത്തിയത് കൊണ്ട് അതിനത്ര ഒരു ശക്തി കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അതിനുശേഷം നമുക്ക് നല്ല രീതിയിൽ നിർവാഴ്ചയുള്ള മണ്ണിൽ സാധാ ചെടികൾ നടന്നത് പോലെ തന്നെ നട്ടുകൊടുക്കാം. അതിനുശേഷം ചാണകവെള്ളം, തെളി, അതുപോലെ കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ടിച്ചതിന്റെ ഒരാഴ്ച കഴിഞ്ഞതിന്റെ തെളി, കഞ്ഞിവെള്ളം, ഇതൊക്കെ നേർപ്പിച്ച് നമുക്ക് ഇതിലൊഴിച്ചു കൊടുക്കാം. ഏറ്റവും നല്ല വളമാണ്, നല്ലതുപോലെ കൊഴുത്ത് വളരുകയും ചെയ്യും. അപ്പോൾ ഇനി യാതൊരു ആർക്കും, കുട്ടികൾക്ക് പോലും ഇത് വളർത്തിയെടുക്കാൻ കഴിയും. പുതിന അത്യാവശ്യം വീട്ടിൽ വേണ്ടുന്ന ഒരു സാധനം കൂടിയാണ്. കാരണം പുതിനയൊക്കെ ഇട്ട് നമ്മൾ കട്ടൻ ചായ ഒക്കെ ഇട്ട് കുടിക്കാറുണ്ട്. അത് ജലദോഷത്തിനും ഒക്കെ ആവി പിടിക്കാനും ഒക്കെ നല്ലതാണ്.
അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു പുതിന വെച്ച് പിടിപ്പിക്കുക. ഒരു പുതിന പിടിച്ചു കിട്ടിയാൽ മതി. പിന്നീട് നമുക്ക് ഇത് ആവശ്യം പോലെ തൈകൾ ഉണ്ടാക്കി നമുക്ക് കാട് പോലെ തന്നെ വീട്ടിൽ വളർത്താൻ പറ്റും. നല്ല രീതിയിൽ പുതിന വളർത്താൻ പറ്റും. പിന്നെ ഇതിന്റെ ജലസേചനം എപ്പോഴും നല്ല ചെറിയൊരു നനവ് ഉള്ളത് നല്ലതാണ്. പുതിനയ്ക്ക് നല്ല രീതിയിൽ പിടിച്ചു കിട്ടാൻ നല്ലതാണ്. അതുപോലെ ചട്ടികളിലൊക്കെ ആക്കി ഒരുപാട് തൈകളാക്കി നമുക്ക് മാറ്റി എടുക്കാൻ സാധിക്കും പുതിന. അപ്പോൾ കൂട്ടുകാരെല്ലാം ഒന്ന് ശ്രമിച്ചു നോക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.